നമസ്കാരം. +1 ആൻഡ് +2 ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിൽ പ്രചോദനം നൽകുന്ന ഏതാനും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഫ് എന്ന പോയമാണ്. ഇത് ഒരു ഡിഡക്റ്റിക് പോയമാണ്. ഒരു വ്യക്തിയോട് ഉപദേശ രൂപേണ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ പോയംസിനെയാണ് ഡിഡക്റ്റിക് പോയംസ് എന്ന് പറയുന്നത്. ഇഫ് എന്ന ഈ പോയം എഴുതിയിരിക്കുന്നത് റഡ്യാർഡ് കിപ്ലിംഗ് ആണ്. പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അദ്ദേഹം. പ്രശസ്തമായ ജംഗിൾ ബുക്ക് എന്ന നോവൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹമാണ്. നമുക്ക് ഇഫ് ഒന്ന് അനലൈസ് ചെയ്യാം. കൂടുതൽ വീഡിയോസിനും നോട്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റീഡ് ആൻഡ് എൻജോയ് സെക്ഷൻ ഒന്ന് നോക്കുക. We have read about a few great personalities and identified some of the qualities of greatness. If is a didactic poem which suggests the idea of conditional fulfillment, where the poet describes the traits of the perfect man. Enjoy reading the poem. നമ്മൾ ഏതാനും മഹാന്മാരെ പറ്റി പഠിച്ചു. മഹത്വത്തിന് വേണ്ട പല ഗുണങ്ങളെ പറ്റിയും കേട്ടു. കണ്ടീഷണൽ ഫുൾഫിൽമെന്റ് എന്ന ആശയത്തെ പറ്റി പറയുന്ന ഒരു ഡിഡക്റ്റിക് പോയമാണ് ഇഫ്. ഇവിടെ ഒരു സമ്പൂർണനായ വ്യക്തിയുടെ ഗുണങ്ങളെ പറ്റി കവി വിവരിക്കുന്നു. ഇഫ് എന്ന വാക്ക് ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയെ കാണിക്കുന്നതാണ്. ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കാൻ ആവശ്യമായ ഗുണങ്ങളെയാണ് കണ്ടീഷണൽ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. മഹത്വം ആർജിക്കാനുള്ള ഏതാനും ഗുണങ്ങളെ പറ്റി ഇഫ് എന്ന കവിതയിൽ റഡ്യാർഡ് കിപ്ലിംഗ് വിവരിക്കുന്നു. ആ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നറിയാൻ നമുക്ക് കവിതയിലേക്ക് വരാം. If you can keep your head when all about you are losing this and blaming it on you. If you can trust yourself when all men doubt you but make allowance for their doubting too. കവി തന്റെ മകനോട് സംസാരിക്കുന്ന രീതിയിലാണ് ഇഫ് എന്ന കവിത എഴുതിയിരിക്കുന്നത്. മകനോടുള്ള കവിയുടെ ആദ്യ ഉപദേശം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശാന്തനായിരിക്കുക എന്നതാണ്. ചുറ്റും നിൽക്കുന്നവരുടെ സമനില തെറ്റിയാലും നീ ശാന്തനായി തുടരണം. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നിന്റെ തലയിൽ കെട്ടിവെച്ചേക്കാം. മറ്റുള്ളവർ നിന്റെ കഴിവിനെ സംശയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ സ്വന്തം കഴിവിൽ നിനക്ക് വിശ്വാസം വേണം. മറ്റുള്ളവർ നിന്നെ എപ്പോഴും ഇഷ്ടപ്പെട്ടില്ല. നീ പറയുന്ന കാര്യങ്ങളോട് എപ്പോഴും അവർ യോജിക്കില്ല. അതൊക്കെ സ്വാഭാവികമാണെന്ന് നീ മനസ്സിലാക്കുക. ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയർഡ് ബൈ വെയിറ്റിംഗ്, ഓർ ബീങ് ലൈഡ് അബൌട്ട് ഡോണ്ട് ഡീൽ ഇൻ ലൈസ്, ഓർ ബീങ് ഹേറ്റഡ് ഡോണ്ട് ഗിവ് വെയിറ്റ് ടു ഹേറ്റിംഗ്, ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോർ ടോക്ക് ടു വൈസ്. നിനക്ക് എപ്പോഴും ക്ഷമയുണ്ടായിരിക്കണം. കഠിനാധ്വാനത്തിന് ശേഷം ഫലം കിട്ടാനായി നീ ക്ഷമയോടെ കാത്തിരിക്കണം. നിന്നെപ്പറ്റി മറ്റുള്ളവർ കള്ളം പറഞ്ഞേക്കാം, പക്ഷേ നീ സത്യസന്ധനായി തുടരുക. കള്ളം കൊണ്ട് എന്തെങ്കിലും നേടാമെന്ന് വിചാരിക്കരുത്. നിന്നെ മറ്റുള്ളവർ വെറുത്തേക്കാം, പക്ഷേ നീ ആരെയും വെറുക്കരുത്. യഥാർത്ഥത്തിൽ നീ ആരാണോ അതിലും വലിയ ആളായി നീ അഭിനയിക്കരുത്. നിനക്ക് യഥാർത്ഥത്തിലുള്ള വ്യക്തിത്വത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു വ്യക്തിത്വം ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്ക രീതിയിൽ സംസാരിക്കരുത്. If you can dream and not make dreams your master, if you can think and not make thoughts your aim, if you can meet with triumph and disaster and treat those two impostors just the same. ജീവിത ലക്ഷ്യങ്ങൾ നേടുന്നതിനെ പറ്റി കവി തന്റെ മകനെ ഉപദേശിക്കുന്നു. ജീവിത ലക്ഷ്യവും ജീവിതാഭിലാഷവും ഉണ്ടാകണം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നിന്റെ സ്വപ്നങ്ങൾ നിന്നെ ഭരിക്കാൻ അനുവദിക്കരുത്. അമിതമായ ആഗ്രഹങ്ങൾ പാടില്ല. യാഥാർത്ഥ്യബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. വിജയത്തെയും പരാജയത്തെയും നീ ഒരുപോലെ കാണുക. നിനക്ക് കൈവരുന്നത് വിജയമോ പരാജയമോ ആകട്ടെ, അതിനെ സാധാരണ പോലെ അഭിമുഖീകരിക്കുക. വിജയത്തെയും പരാജയത്തെയും കവി ആൾമാറാട്ടക്കാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം അവ രണ്ടും സ്ഥിരമല്ല. വിജയത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയും പരാജയത്തിൽ അമിതമായി ദുഃഖിക്കുകയും ചെയ്താൽ നമുക്ക് വഴിതെറ്റും. ഇഫ് യു ക്യാൻ ബെയർ ടു ഹിയർ ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ, ട്വിസ്റ്റഡ് ബൈ നേഴ്സ് ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ്, ഓർ വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ ആൻഡ് സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് ദം അപ്പ് വിത്ത് ഓൺ ഔട്ട് ടൂൾസ്. ചതിയന്മാരായിട്ടുള്ള ആൾക്കാർ നിന്റെ വാക്കുകളെ വളച്ചൊടിച്ച് വിഡ്ഢികളെയും നിഷ്കളങ്കരെയും ചതിക്കാൻ സാധ്യതയുണ്ട്. അത് കാണുന്ന നീ ഒരിക്കലും ശാന്തത കൈവെടിയരുത്. നിന്റെ അധ്വാനം കൊണ്ട് നീ പടുത്തുയർത്തിയ കാര്യങ്ങൾ തകർന്നു പോയാലും നീ നിരാശനാകരുത്. അവ വീണ്ടും പടുത്തുയർത്താൻ നീ ശ്രമിക്കുക. പരാജയത്തിൽ നിരാശനാകാതെ വീണ്ടും പരിശ്രമിക്കാൻ കവി മകനെ ഉപദേശിക്കുന്നു. If you can make one heap of all your winnings and risk it on one ton of pitch and toss, and lose and start again at your beginnings and never breathe a word about your loss. പരിശ്രമത്തിൽ നിന്നും ഒരിക്കലും പിന്മാറരുത് എന്ന് കവി മകനോട് പറയുന്നു. നീ ഇതുവരെ നേടിയതെല്ലാം നഷ്ടപ്പെടും എന്ന ഭയം കൊണ്ട് വെല്ലുവിളികൾ ഏറ്റെടുക്കാതിരിക്കരുത്. വലിയ ലക്ഷ്യങ്ങളെ പിന്തുടരുമ്പോൾ റിസ്ക് എടുക്കേണ്ടി വരും. നിന്റെ കയ്യിലുള്ളതെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ സംഭവിച്ചാൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കാതെ വീണ്ടും അവ നേടാനായി ശ്രമിക്കുക. ജീവിതത്തിൽ നേട്ടവും നഷ്ടവും എല്ലാം സാധാരണമാണെന്ന് നീ മനസ്സിലാക്കുക. If you can force your heart and nerve and sinew to serve your turn long after they are gone, and so hold on when there is nothing in you except the will which says to them, hold on. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശക്തിയെപ്പറ്റി കവി മകനെ ഓർമ്മിപ്പിക്കുന്നു. വാർദ്ധക്യം മൂലമോ അസുഖം മൂലമോ ശരീരത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ നീ നിന്റെ മനസ്സിൻ്റെ ശക്തിയെ ആശ്രയിക്കുക. മനഃശക്തി ഒന്നുകൊണ്ട് മാത്രം നിനക്ക് പിടിച്ചു നിൽക്കാനും മുന്നോട്ട് പോകാനും പറ്റും. നിന്റെ മനസ്സ് നിന്റെ ശരീരത്തിന് ശക്തി പകരും. ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വെർച്യൂ, or walk with kings, nor lose the common touch.
If neither forced nor loving friends can hurt you, if all men count with you, but none too much. എല്ലാ ആൾക്കാരെയും ഒരുപോലെ കാണണമെന്ന് കവി മകനെ ഉപദേശിക്കുന്നു. രാജാക്കന്മാരുമായി ബന്ധമുണ്ടാകുമ്പോൾ തന്നെ സാധാരണക്കാരെ നീ മറക്കരുത്. യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്ന് ബോധ്യപ്പെടാനും സാധാരണക്കാരുമായിട്ടുള്ള ബന്ധം നിന്നെ സഹായിക്കും. ശാരീരികമായും മാനസികമായും നീ ശക്തനാകണം. എങ്കിലും മാത്രമേ നിന്റെ ശത്രുക്കളും സുഹൃത്തുക്കളും ഉണ്ടാക്കുന്ന വേദന നിനക്ക് താങ്ങാൻ പറ്റൂ. എല്ലാവരുമായി നീ ആരോഗ്യകരമായ ബന്ധമുണ്ടാക്കുക. നിന്റെ വ്യക്തിത്വം ശരിയായ രീതിയിൽ നീ വികസിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും പിന്തുണ നിനക്ക് കിട്ടും. എന്നിരുന്നാലും നിനക്ക് അമിത പ്രാധാന്യം നൽകാൻ ആരെയും നീ അനുവദിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ നിനക്ക് നല്ല ജനപിന്തുണയുണ്ട് എന്ന് നീ തെറ്റിദ്ധരിക്കും. അങ്ങനെ നീ മടിയനായിത്തീരും. If you can fill the unforgiving minute with 60 seconds worth of distance run, yours is the earth and everything that's in it, and which is more, you will be a man, my son. കവിത അവസാനിക്കുമ്പോൾ സമയത്തിൻ്റെ വിലയെപ്പറ്റി കവി തൻ്റെ മകനെ ഓർമ്മിപ്പിക്കുന്നു. സമയം വിലപിടിച്ചതാണ്. അത് ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. പാഴാക്കി കളയുന്നവരോട് അതൊരിക്കലും ക്ഷമിക്കുകയുമില്ല. നിനക്ക് ഒരു മിനിറ്റാണ് ലഭിക്കുന്നതെങ്കിൽ പോലും അതിലെ 60 സെക്കൻഡുകളും പ്രയോജനപ്പെടുത്തുക. ഇതുവരെ ഞാൻ നിന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നീ അനുസരിക്കുകയാണെങ്കിൽ ഈ ലോകം നിൻ്റേതാകും. ഈ ലോകത്തുള്ള എല്ലാം നിനക്ക് സ്വന്തമാകും. മാത്രമല്ല, നീ എല്ലാം തികഞ്ഞ ഒരു മനുഷ്യനായിത്തീരും. ജീവിത വിജയം എന്നത് അത്ര എളുപ്പം നേടാവുന്ന ഒന്നല്ല. അത് കഠിനാധ്വാനികൾക്കും സ്ഥിരോത്സാഹികൾക്കും ഉള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ പരാജയപ്പെടാം. ആ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് വീണ്ടും ശ്രമിക്കുന്നവനാണ് ജീവിത വിജയം. ഇഫ് എന്ന കവിതയും പറയുന്നത് അത് തന്നെയാണ്. ഇഫ് എന്ന കവിത വായിക്കുമ്പോൾ ഓർമ്മ വരുന്നത് ആൽഫ്രഡ് ലോർഡ് ടെന്നിസന്റെ യുലിസസ് എന്ന കവിതയിലെ 2 വരികളാണ്. Made weak by time and fate, but strong in will, to strive, to seek, to find, and not to yield. കാലം വിധിയും നമ്മെ തളർത്തും, പക്ഷേ പരിശ്രമിക്കാനും അന്വേഷിക്കാനും കണ്ടെത്താനും മനഃശക്തി മാത്രം മതി. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് എന്തെല്ലാമാണെന്ന് നോക്കാം. Activity 1. Read and respond. The first stanza of If speaks about the need for self-confidence. Do you agree? Why? If എന്ന കവിതയുടെ 1ാം സ്റ്റാൻസ ആത്മവിശ്വാസത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നു. എന്തുകൊണ്ട്? What does the poet say about patience? ക്ഷമയെപ്പറ്റി കവി എന്താണ് പറയുന്നത്? He explained the poet's views on honesty and fortitude of character. സത്യസന്ധതയെപ്പറ്റിയും സ്വഭാവ മഹിമയെപ്പറ്റിയും കവിയുടെ അഭിപ്രായം എന്താണ്? Lines 5 to 7 speak about the need for righteous behavior in the face of unrighteousness. How far do you agree? തിന്മയുടെ സമയത്ത് നന്മയുള്ള പെരുമാറ്റത്തെ പറ്റിയാണ് 5 മുതൽ 7 വരെയുള്ള വരികൾ പറയുന്നത്. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? What is the poet's approach to dreams and longings? സ്വപ്നങ്ങളെപ്പറ്റിയും ജീവിത ലക്ഷ്യങ്ങളെപ്പറ്റിയും കവിയുടെ അഭിപ്രായം എന്താണ്? The poet believes that success comes from self-control and a true sense of value of things. Express your views on this. ആത്മനിയന്ത്രണത്തിലൂടെയും കാര്യഗൗരവത്തിലൂടെയുമാണ് ജീവിത വിജയം ഉണ്ടാകുന്നത് എന്നാണ് കവി വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? Never breathe a word about your loss. What impression do you get about the poet when you read this? നിങ്ങളുടെ പരാജയത്തെപ്പറ്റി പരാതി പറയരുത്. ഈ വരിയിൽ നിന്നും കവിയെപ്പറ്റി എന്ത് അഭിപ്രായമാണ് നിങ്ങൾക്ക് രൂപീകരിക്കാൻ സാധിക്കുന്നത്? What is the message conveyed in the last stanza of the poem? കവിതയുടെ അവസാന സ്റ്റാൻസ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരം ഇഫ് എന്ന ചാപ്റ്ററിൻ്റെ നോട്ട്സിൽ നൽകിയിട്ടുണ്ട്. നോട്ട്സ് ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. Activity 2. Read and reflect. What is the central theme of the poem? ഇഫ് എന്ന പോയത്തിൻ്റെ പ്രധാന ആശയം എന്താണ്? ഇഫ് is a didactic poem which suggests the idea of conditional fulfillment, where the poet describes the traits of a perfect man. What, according to the poem, are the 2 impostors in life? ജീവിതത്തിലെ ആൾമാറാട്ടക്കാർ അല്ലെങ്കിൽ കപടനാട്യക്കാർ എന്ന് കവി വിശേഷിപ്പിക്കുന്നത് എന്തിനെയൊക്കെയാണ്? ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ. വാട്ട്, അക്കോർഡിംഗ് ടു ദി പോയറ്റ്, ഷുഡ് ബി വൺസ് ആറ്റിറ്റ്യൂഡ് ടു അൺഎക്സ്പെക്റ്റഡ് ലോസ്? അപ്രതീക്ഷിതമായ നഷ്ടങ്ങളോട് നമ്മുടെ സമീപനം എന്തായിരിക്കണം? വൺ ഹാസ് ടു സ്റ്റേ കാം വിതൗട്ട് അട്ടറിംഗ് എ വേർഡ് അബൌട്ട് ദ ലോസ് ആൻഡ് റീബിൽഡ് ഇറ്റ് ഫ്രം ദി ബിഗിനിങ്. വാട്ട് ഈസ് ദ പോയം അബൌട്ട്? കൺസിഡർ ദ സ്പീക്കർ, തീം, സിംബൽസ്, കമ്പാരിസൺസ്, കോൺട്രാസ്റ്റ് ആൻഡ് കോൺഫ്ലിക്ട്സ്. ഈ കവിത എന്തിനെ പറ്റിയാണ്? It is a didactic poem which suggests the idea of conditional fulfillment, where the poet describes the traits of a perfect man. Identify the poetic forms, figurative language, and poetic structure. When the poet says, if you can dream and not make dreams your master, he is personifying dreams. That is, dreams are spoken of as masters who can control our lives. In this case, dreams assume a human role or quality. Pick out the other expressions where the poet uses personification. ഇവിടെ കവി ഡ്രീംസിനെ വ്യക്തികളായി സങ്കല്പിച്ചിരിക്കുന്നു, അതായത് പെർസോണിഫൈ ചെയ്തിരിക്കുന്നു. കവിതയിൽ പെർസോണിഫിക്കേഷൻ ഉപയോഗിച്ചിരിക്കുന്ന മറ്റുദാഹരണങ്ങൾ കണ്ടുപിടിക്കുക. ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ, ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ഈ വരികളിൽ സ്വപ്നങ്ങളെ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ യജമാനന്മാരാക്കരുത് എന്ന് പറയുന്നു. വിജയവും പരാജയവും ആൾമാറാട്ടക്കാർ അല്ലെങ്കിൽ കപടനാട്യക്കാരാണെന്നും അവരെ 2 പേരെയും ഒരുപോലെ കാണണമെന്നും പറയുന്നു.
സ്വപ്നം, വിജയം, പരാജയം എന്നിവയെ മനുഷ്യരായി സങ്കല്പിച്ചിരിക്കുന്നതിനാൽ ഇവിടെ പെർസോണിഫിക്കേഷൻ എന്ന ഫിഗർ ഓഫ് സ്പീച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനെ പറ്റി വിശദമായി പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ഇഫ് എന്ന പോയത്തിലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനെ പറ്റി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പെർസോണിഫിക്കേഷനെ പറ്റിയും അതിൽ വിശദമായി വിവരിച്ചിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്നു. Unforgiving minutes is a metaphoric expression as it refers to time that waits for no man. It is like a race where every second is important. Now identify other metaphoric expressions used in the poem. Unforgiving minutes എന്നത് ഇഫ് എന്ന പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെറ്റഫോറിക് എക്സ്പ്രഷൻ ആണ്. ഈ പോയത്തിലെ മറ്റ് മെറ്റഫോറിക് എക്സ്പ്രഷൻസ് ഏവ: worn out tools, one turn of pitch and toss, 60 seconds worth of distance. What do knaves represent? Knaves എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? What other symbols are used in the poem if? ഇഫ് എന്ന പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റു പ്രതീകങ്ങൾ എന്തൊക്കെയാണ്? Knaves represent crooks, one turn of pitch and toss for ill fate, nerve and sinew for body. Activity 3. Appreciation. Based on the responses you have got, prepare an appreciation of the poem if. Consider theme, language, style, figures, symbols, relevance, etc. The following tips will help you prepare an appreciation of the poem. തന്നിരിക്കുന്ന സൂചകങ്ങളെ അടിസ്ഥാനമാക്കി ഇഫ് എന്ന കവിതയുടെ അപ്രീസിയേഷൻ തയ്യാറാക്കുക. ഈ ആക്ടിവിറ്റിയുടെ സൊല്യൂഷൻ ഇഫ് എന്ന ചാപ്റ്ററിന്റെ നോട്ട്സിൽ നൽകിയിട്ടുണ്ട്. നോട്ട്സ് ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ഒരു പോയത്തിന്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എങ്ങനെ എഴുതാം, രണ്ട് പോയംസ് തമ്മിൽ എങ്ങനെ കമ്പയർ ചെയ്യാം എന്ന് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ആ വീഡിയോ കൂടി ഒന്ന് കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റി 4. Conditionals or if clause. The poem if is explicitly an exploration of the if clause. As the if clauses refer to condition, they are called conditional clauses. You may examine the if clauses in the poem and write them below. If എന്ന പോയത്തിൽ നിറയെ if ക്ലോസുകൾ ആണ്. ഒരു കാര്യം നടക്കണമെങ്കിൽ ഒരു പ്രത്യേക കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ്. ഈ സെന്റൻസ് ഒന്ന് നോക്കുക. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. നന്നായി പഠിച്ചാൽ നീ ജയിക്കും. ഇവിടെ ഇഫ് യു സ്റ്റഡി വെൽ ആണ് കണ്ടീഷൻ. സെന്റൻസിന്റെ ഈ ഭാഗത്ത് ഇഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് എന്ന് വിളിക്കുന്നു. യു വിൽ പാസ് എന്ന ഭാഗം മെയിൻ ക്ലോസും ആണ്. ഇഫ് സാധാരണയായി 3 കണ്ടീഷണൽസ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഈ ടേബിളിൽ നൽകിയിരിക്കുന്നത് നോക്കുക. ഫസ്റ്റ് കണ്ടീഷണൽ ഇഫ് ക്ലോസിൽ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. മെയിൻ ക്ലോസിൽ വെർബിന്റെ കൂടെ വിൽ, ഷാൽ, ക്യാൻ, മെയ് ഇവയിൽ ഏതെങ്കിലും ഓക്സിലറി വെർബ്സ് ഉപയോഗിക്കുന്നു. ഇതൊരു ഓപ്പൺ കണ്ടീഷനാണ്, അതായത് നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. എക്സാമ്പിൾ: ഇഫ് യു വർക്ക് വിത്ത് കോൺഫിഡൻസ് യു വിൽ സക്സീഡ്. നീ ആത്മവിശ്വാസത്തോടെ വർക്ക് ചെയ്താൽ നീ വിജയിക്കും. ഇഫ് യു ഗെറ്റ് ഹിയർ ബിഫോർ 8 വി ഷാൽ ക്യാച്ച് ദ ഏർലി ട്രെയിൻ. നീ ഇവിടെ 8 മണിക്ക് മുമ്പ് വന്നാൽ നേരത്തെ പോകുന്ന ട്രെയിൻ നമുക്ക് കിട്ടും. സെക്കൻഡ് കണ്ടീഷണൽ ഇഫ് ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. മെയിൻ ക്ലോസിൽ വെർബിന്റെ കൂടെ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഇതിലേതെങ്കിലും ഓക്സിലറി വെർബ്സ് ഉപയോഗിക്കുന്നു. അൺലൈക്ലി ടു ബി ഫുൾഫിൽഡ്, അതായത് നടക്കാൻ സാധ്യത കുറവാണ്. എക്സാമ്പിൾ: ഇഫ് ഐ വർക്ക് വിത്ത് കോൺഫിഡൻസ് ഐ വുഡ് സക്സീഡ്. ഞാൻ ആത്മവിശ്വാസത്തോടെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ജയിച്ചേനെ. ഇഫ് ഐ ന്യൂ ഹർ നെയിം ഐ വുഡ് ടെൽ യു. അവളുടെ പേര് അറിയാമായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തന്നേനെ. തേർഡ് കണ്ടീഷണൽ ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. മെയിൻ ക്ലോസിൽ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ കൂടെ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് ഇവയിൽ ഏതെങ്കിലും ഉപയോഗിക്കുന്നു. ഇവിടെ അൺറിയൽ പാസ്റ്റ് സിറ്റുവേഷൻ ആണ്, അതായത് നടക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇഫ് യു ഹാഡ് ഗോൺ ദെയർ യു കുഡ് ഹാവ് മെറ്റ് ഹിം. നീ എവിടെ പോയിരുന്നുവെങ്കിൽ അവനെ കാണാൻ പറ്റുമായിരുന്നു. ഇഫ് ഐ ഹാഡ് വർക്ക് വിത്ത് കോൺഫിഡൻസ് ഐ വുഡ് ഹാവ് സക്സീഡഡ്. ഞാൻ ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ ജയിച്ചേനെ. ഇവിടെ ഒരു എക്സസൈസ് നൽകിയിട്ടുണ്ട്. കണ്ടീഷണൽ സെന്റൻസസ് ഫില്ലപ്പ് ചെയ്ത് സ്റ്റോറി പൂർത്തിയാക്കുക. ആൻസേഴ്സ് തന്നിരിക്കുന്നു. എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റി 1. ഈ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ വായിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഏതെങ്കിലും സഹപാഠിയുടെ പോസിറ്റീവ് ക്വാളിറ്റീസ് ലിസ്റ്റ് ചെയ്യുക. ഈ ലിസ്റ്റിനെ അടിസ്ഥാനമാക്കി നല്ല വ്യക്തിത്വത്തെ പറ്റി ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കുക. എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റി 2. ഈ സെന്റൻസസിൽ ശരിയായ കോക്സി ഡിവൈസസ് ചേർത്ത് ഫില്ലപ്പ് ചെയ്യുക. ആൻസേഴ്സ് നൽകിയിട്ടുണ്ട്. Activity 3. Documentary. Watch the documentary on Stephen Hawking and prepare a presentation on the life and works of an eminent person who has overcome many obstacles or difficulties and become successful in life. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റിയുള്ള ഡോക്യുമെന്ററി കാണുക. എന്നിട്ട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് ജീവിത വിജയം നേടിയ ഒരു വ്യക്തിയെപ്പറ്റി ഒരു പ്രസന്റേഷൻ തയ്യാറാക്കുക. എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റി 4. കളക്ഷൻ. Collect inspiring speeches, both script and audio or video, of great persons like Martin Luther King, Swami Vivekananda, Winston Churchill, Jawaharlal Nehru, etc. Make a presentation based on the common factors in the speeches.
മഹാന്മാരുടെ പ്രശസ്തങ്ങളായ പ്രസംഗങ്ങൾ ശേഖരിക്കുക. ഈ പ്രസംഗങ്ങളിലെ പൊതുഘടകങ്ങളെ ആസ്പദമാക്കി ഒരു പ്രസന്റേഷൻ തയ്യാറാക്കുക. ഇഫിന്റെ അനാലിസിസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. ഈ ചാനലിലെ വീഡിയോസിന്റെയും നോട്ട്സിന്റെയും ലിങ്കുകൾ നിങ്ങളുടെ +1, +2 VHSC സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. കൂടുതൽ നോട്ട്സിനും വീഡിയോസിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.